ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് പി വി വ്ളോഗ്സിൻ്റെ പത്രപാരായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷ് മാസം 2026 ഓഗസ്റ്റ് മാസം 5, കൊല്ലവർഷം 1201, കർക്കിടകം 20. അപ്പോൾ നമ്മളെ വാർത്തകളിലെ പ്രധാന സംഭവം എന്ന് വെച്ചാൽ റെയിൽവേയുടെ 3-ാം പാത അതുമായിട്ട് ബന്ധപ്പെട്ട് സിഗ്നലുകൾ തെറ്റി. അപ്പോൾ അതൊന്നും നടപ്പിലാക്കാത്തതിൻ്റെ ക്രമാതീതമായിട്ട് വണ്ടികളുടെ സ്പീഡ് കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എറണാകുളം ഷൊർണൂർ സ്പീഡ് 120 തൊട്ട് 80 വരെ സാധ്യമാവുന്നുള്ളൂ. കണ്ണൂർ മംഗലാപുരം 75 മുതൽ 110 വരെ സാധ്യമാവുന്നുള്ളൂ. എറണാകുളം തിരുവനന്തപുരം 90 കിലോമീറ്റർ സ്പീഡിലെ വണ്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉദയനിധിനെ നമ്മുടെ സ്റ്റാലിൻ്റെ മകനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത അതങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വിജയുടെ നടപടിക്രമങ്ങൾ ഒരു പ്രത്യേക രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സംവിധാനമാണ് നമ്മൾ കേരളത്തെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോട്ടറിയുടെ കാര്യങ്ങളിലൊക്കെ എടുത്ത തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിഗ് ലെവലാണ് ലോട്ടറി നിരോധനം. അത് കുറച്ചാളുകളെ സഹായിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് നമ്മുടെ കുടുംബാസൂത്രണത്തെ സാരമായി ലോട്ടറി ബാധിക്കുന്നുണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒഴിയാതെ ദുരിതം എന്ന് പറയുന്നുണ്ട്. കാണാതായവർ 4, ക്യാമ്പുകളിൽ 18,434 പേര് വരുന്നത്, മരണം 26. 10 ജില്ലകളിൽ അവധി കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, ഇടുക്കി, വയനാട്, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി കൊടുത്തിട്ടുള്ളത്. നൊമ്പരമായി രാജേഷ് മടങ്ങി എന്ന് പറയുന്നുണ്ട്. ചെറുപുഴ, കണ്ണൂർ. ഏതൊഴുക്കിനും മറികടക്കുന്ന എത്ര ഉയരത്തിലുള്ള പാറക്കെട്ടിലും പിടിച്ചു കയറാനും കഴിയുന്നവനാണ്. അതിനാൽ രാജേഷ് തിരിച്ചു വരുമെന്ന് ഞായറാഴ്ച ഉച്ചവരെ അവരെല്ലാം ഉറച്ചു വിശ്വസിച്ചു, പരസ്പരം ആശ്വസിച്ചു. കാവുങ്കൽ പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ രാജേഷിൻ്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജേഷ് ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപുഴ സ്വദേശി നമ്മുടെ രാജേഷ്, അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വാർത്തയാണത്. വെള്ളപ്പൊക്കമുണ്ടായ ആറന്മുള പാരമൂട്ടുംപടി സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരമൂട്ടുംപടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. എൽ പി സ്കൂൾ അധ്യാപക നിയമനം സാവകാശം തേടി മന്ത്രി എന്ന് പറയുന്നുണ്ട്. ആവശ്യം തള്ളി സമരക്കാർ എന്ന് പറയുന്നുണ്ട്. വിശദീകരണം നൽകാൻ മെറ്റ ടീം ഡൽഹിയിൽ എന്ന് പറയുന്നുണ്ട്. മാപ്പ് പറയരുത് മഹുവ എന്ന് പറയുന്നുണ്ട്. പ്രിയദർശിനിയിൽ നാക്ക് പഴിച്ച CP ജോൺ. മന്ത്രിയുടെ പരാമർശനം. കുടുംബിനികളുടെ കൈവശം പണമില്ലാത്തത് കൊണ്ടാണ് പലരും പ്രിയദർശിനിയെ ആശ്രയിക്കുന്നത്. സ്ത്രീകളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുകയാണ്. കുട്ടികളെ വിടുകയാണ്. സർക്കാർ സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളുകളിലേക്ക് വിടുന്നത്. ആശുപത്രിയുടെ കാര്യം പറയുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ ഭർത്താവിനെയും അച്ഛനെയും കൊണ്ട് സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ കിടക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുമെന്ന് പറഞ്ഞ ഒരു സംഭവം ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പുതിയ ഫീസിന് US നീക്കം എന്ന് പറയുന്നുണ്ട്. HB വിസയുമായിട്ട് ബന്ധപ്പെട്ടാണത്. വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു, 17 പേർക്ക് പരിക്കെന്ന് പറയുന്നുണ്ട്. അതിനൂടെയാണ് തായ്ലാൻഡിലെ ഫ്യൂക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയ എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു എന്നാണ് വേറൊരു വാർത്ത. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പേജിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയം ലീഗിൽ 9 ക്ലബ്ബുകൾ കളിക്കാനിറങ്ങുന്നത് പുതിയ പരിശീലകരുമായി ലീഗ് ചരിത്രത്തിലെ റെക്കോർഡാണെന്ന് പറയുന്നുണ്ട്. 46 കളിക്കാർ വണ്ടറടിച്ച് സാബി അലോണ്ടോ എന്ന് പറയുന്നുണ്ട്. ഫിഫയിലെ പ്രതിസന്ധി പിൻഗാമി ചർച്ച സജീവം.
ഇനി ടെസ്റ്റ് ശ്രീലങ്കയിൽ ഇന്ത്യൻ ടീം ശ്രീലങ്കയിലെത്തിയപ്പോൾ അപ്പോൾ ടെസ്റ്റുമായിട്ട് അടുത്ത ടെസ്റ്റ് ശ്രീലങ്കയിലാണ് ഇന്ത്യയുടെ ടെസ്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തകൾ. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും വണക്കം, ബൈ, ടാറ്റാ, സീ യു.